നമ്മളിവിടെ ഒരു 11:30 കൂടി ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഷോറൂമിലിരിക്കുക, ഇതിനപ്പുറം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ്. അപ്പോൾ ഭയങ്കര പൊടിയും സൗണ്ടും കേട്ടപ്പോൾ നമ്മളൊന്നും കേൾക്കണ സൗണ്ട് അല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടി വന്നു, എന്നെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ആൾക്കാരെ കൂടി ഒത്തിരി പേര് കൂടി ഒത്തിരി പേര് ഈ പബ്ലിക് ഒന്നാമത് ഒത്തിരി ക്രൗഡുള്ള ഏരിയ, ക്രൗഡ് വരുന്ന ഭാഗമാണിത്. ഒരു വർഷം നല്ല ദൈവം കാത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒത്തിരി സ്കൂളൊക്കെ വിട്ട് പിള്ളേർ വന്ന സമയമൊക്കെ ആണ് ഇച്ചിരി കഴിഞ്ഞായിരുന്നെങ്കിൽ. പിന്നെ ഇവിടെ 2 സർക്കാരി സ്കൂളുണ്ട്, പിന്നെ കേരള സ്കൂളല്ല, വേറെ ഒരു മാഗ്രേറ്റ് സ്കൂൾ എന്ന സ്കൂളൊക്കെ. അങ്ങനെ ഇത് കേട്ട് നിങ്ങൾ എത്തിയപ്പോൾ എന്താ കാണുന്ന കാഴ്ച? ഇവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, 2 പേർക്ക് കണ്ട് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞവരെ കൊണ്ടുപോകണം. അതിനുശേഷം ഇവിടുന്ന് കാര്യമായ ഒരു അത്യാഹിതം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ടും പൊടിയൊക്കെ ഭയങ്കര പൊടി വന്നു, നല്ല പൊടി പാറി. അപ്പം നിലവിലെ ഈ മലയാളികളുടെയും ആളുകളുടെയും വലിയ ഒരു ആശങ്കയുണ്ട് ശരിക്കും. നേരത്തെ രോഹിണിക്ക് സമീപം തന്നെയാണല്ലോ, ഈ സമീപത്ത് തന്നെയാണ് വേറൊരു സ്ഫോടനം കൂടി ഉണ്ടായത്. മാത്രമല്ല പാർലമെന്റ് ഒക്കെ നടക്കുന്നു, പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുന്നു. എന്താ മലയാളികൾ എന്ന നിലയിൽ പൊതുവിൽ മലയാളി ഈ ഏരിയയിൽ നമ്മൾ ഈ ഏരിയ പ്രശാന്ത് മലയാളീസ് ഇല്ല. നമ്മളുള്ള ഏരിയ മലയാളീസ് ഉള്ളതാണ്. രോഹിണി സെക്ടർ 6, 7, 20 അങ്ങനെ ഇവിടെ ഒത്തിരി മലയാളി കമ്മ്യൂണിറ്റിയും മലയാളി അമ്പലം പള്ളികളൊക്കെ ഉള്ള സ്ഥലമാണ്. മലയാളി വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഏരിയ ആണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം മലയാളീസിന് ഉള്ളൊരു നാട്ടിൽ നിന്നൊക്കെ പോകുന്നവരും പെട്ടെന്ന് എന്നാ സംഭവിച്ചു നമ്മൾ അറിയണേക്കാളും കൂടുതൽ നാട്ടിലെ ചാനൽ പെട്ടെന്ന് ക്ലിയർ ആക്കൂടെ. ഇവിടുത്തെ എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് തിരക്കായിരിക്കും, ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഏതായാലും ഒരു ആശങ്ക ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇല്ലേ, ഈ രൂപത്തിൽ തന്നെയാണ് ഒരു മലയാളി ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ വിധത്തിൽ മലയാളികൾക്ക് മാത്രമല്ല ജനങ്ങൾക്കാകെ ഒരു ആശങ്ക തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.